BJP-യുടെ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യം. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ബാരിക്കേഡ് മറിച്ചിട്ടാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാത്തി ചാർജ് അല്ലെങ്കിൽ അറസ്റ്റ് എന്നൊരു നീക്കത്തിലേക്ക് പോലീസിന് പോകേണ്ടി വരും. അതിന് വേണ്ട സജ്ജീകരണങ്ങളും ഈ മേഖലയിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട്. ടിയർ ഗ്യാസ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പോലീസ് തൊട്ടപ്പുറത്തെ മേഖലയിൽ തന്നെയുണ്ട്. DYSP കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീണ്ടും ജലപീരങ്കി അടിക്കാനുള്ള നീക്കമാണ് കാണുന്നത്. ദൂരേക്ക് ജലപീരങ്കി അടിക്കുന്നു. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പാലക്കാട്ട് പോലീസ് ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ് പ്രതിഷേധിക്കുന്ന BJP പ്രവർത്തകർക്ക് നേരെ നടത്തുന്നത്. 3 തവണയാണ് ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചത്. മന്ത്രിയുടെ ഓഫീസിലേക്കാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. ആ ബാരിക്കേഡുകൾ ഭേദിക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകുമ്പോൾ പോലീസ് ഒന്നിലേറെ തവണ ജലപീരങ്കി പ്രയോഗിച്ചാണ്. 3 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ബാരിക്കേഡ് മറിച്ചിടാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. ആ മാർച്ചിനിടെ സംഘർഷമുണ്ടായി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈദ്യുതി മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. പ്രതിപക്ഷ പ്രതിഷേധം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം തുടരുകയാണ്. നിലവിൽ മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള പ്രതിഷേധം BJP പ്രതിഷേധിക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റൊരു ഭാഗത്ത് മലപ്പുറത്ത് പ്രതിഷേധം നടത്തുന്നത് യൂത്ത് ലീഗാണ്. അവിടെ കൊണ്ടോട്ടി KSEB ഓഫീസിൽ ആണ് പ്രതിഷേധം. ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചതിൽ മുണ്ടക്കുളം KSEB സെക്ഷൻ ഓഫീസിലേക്കാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ആ പ്രതിഷേധവും തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് സമയമായി പ്രതിഷേധമുണ്ട്. വിപിൻ C വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിപിൻ, നേരത്തെ KSEB ഓഫീസിനുള്ളിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു. ആ പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണോ പോലീസ് ഇപ്പോൾ? അതെ അനുജ, ഇപ്പോൾ പോലീസുമായുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവർ പ്രധാനമായും ഉന്നയിച്ചത് ഇപ്പോൾ ഈ സമരം ഇന്ന് 5 മണിക്കുള്ളിൽ ഈ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ നടപടി എടുക്കും എന്നുള്ളതിൽ സമരം പിരിച്ചുവിടുന്നു എന്നുള്ളതാണ് യൂത്ത് ലീഗ് അറിയിച്ചത്. എന്നാൽ KSEB ഓഫീസിനകത്ത് കയറി പ്രതിഷേധിച്ച ആളുകളെ, സമരക്കാരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസും അറിയിച്ചു. ഇതോടുകൂടിയാണ് വീണ്ടും അതൊരു വാക്കേറ്റവും ഒരു കയ്യാങ്കളിയിലേക്കും എത്തിയത്. അങ്ങനെ അവരെ മാത്രം അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു സമരക്കാർ പറഞ്ഞത്. പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ വാഹനം പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും DYSPയും തമ്മിലുള്ള സംസാരം അത് വീണ്ടും ഒരു വാക്കേറ്റത്തിലേക്ക് പോകുന്നു. അവരെ ഈ KSEB ഓഫീസിലേക്ക് കയറിയ ആളുകളെ അറസ്റ്റ് ചെയ്യാതെ വഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് DYSPയെ ഉന്തും തള്ളിലേക്കും വീണ്ടും ഈ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നിലവിലെ ഈ കൊണ്ടോട്ടിയിലെ സാഹചര്യം. കൊണ്ടോട്ടിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചാണ് ഏകദേശം 1 മണിക്കൂറോളമായി പലതവണയായി അതൊരു സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. 10ഓളം പേരാണ് KSEB ഓഫീസിനകത്ത് കയറിയുള്ള പ്രതിഷേധത്തിലേക്ക്, അതായത് ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് നോക്കുമെന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. സമരം സമാധാനപരമായി അവസാനിപ്പിച്ചു എന്നുണ്ടെങ്കിലും ആ അകത്ത് കയറിയ ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അവരെ ബലമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് അല്പം ഒരു സംയമനം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ശരി, 2 ഇടത്താണ് നിലവിൽ വിവിധ വിഷയങ്ങളിലാണ് KSEBയിൽ പ്രതിഷേധം നടക്കുന്നത്. KSEB കൊണ്ടോട്ടി ഓഫീസിൽ, മുണ്ടക്കുളം സെക്ഷൻ ഓഫീസിലേക്കുള്ള പ്രതിഷേധം, അതിൻ്റെ വിവരങ്ങൾ യൂത്ത് ലീഗാണ് പ്രതിഷേധിച്ചത്. ഇപ്പോൾ പാലക്കാട്ട് നടക്കുന്ന പ്രതിഷേധം, തേവലക്കരയിൽ ഇന്നലെ വിദ്യാർത്ഥി മരണമടഞ്ഞതിൽ ഉള്ള പ്രതിഷേധം, അത് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള BJPയുടെ പ്രതിഷേധമാണ്. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം നടത്തുകയാണ്. ശക്തമായി തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. പ്രതിഷേധക്കാർക്ക് നേരെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അവർക്ക് ഈ ജലപീരങ്കി പ്രയോഗത്തെ തടുക്കാൻ കഴിയുന്നതല്ല. അത്രയ്ക്ക് ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിച്ച സമയത്താണ് ഇത്തരത്തിലേക്ക് വീണ്ടും ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.